السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. റഹമുറാഹിമായ തമ്പുരാൻ അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും അള്ളാഹു നമ്മൾ ചെയ്യുന്ന ഈ അമലിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇരു വീട്ടിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇന്നലെ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ രണ്ട് മസ്അലകളെ ഒന്നുകൂടെ തഹ്ഖീഖ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് വലു അല്ലഖ ദാലിക അലൽ ഇൻഖിലായി അവി ത്വലാഖി, തലാഖ് ചൊല്ലിയാൽ ഇദ്ദ കഴിഞ്ഞാൽ എൻ്റെ മകളെ കെട്ടിക്കാൻ ഞാൻ വക്കാലത്താക്കിയെന്ന് പറയുന്നിടത്ത് വക്കാലത്ത് ശരിയല്ല, പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിച്ചാൽ ശരിയാവുകയും ചെയ്യും എന്നത് അവിടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട്. വക്കാലത്ത് ഫാസിദാവുകയും ചെയ്യുക, പിന്നെ ഇങ്ങനെ കെട്ടിക്കൽ സ്വഹിയാകുക എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഏതായാലും ഒരഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. കെട്ടിക്കൽ സ്വഹിയാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഇഖ്റാറിന് വേണ്ടി വക്കാലത്താക്കിയാൽ ഞാൻ ഒരാൾക്ക് കൊടുക്കാനുണ്ട് എന്ന് നീ പോയി പറ എന്ന് പറഞ്ഞാൽ അവിടെ വക്കാലത്ത് സ്വഹിയല്ല, പക്ഷേ ഇഖ്റാർ സംഭവിക്കുകയും ചെയ്യുമെന്നത്. വക്കാലത്ത് സ്വഹിയല്ല, പക്ഷേ അവിടെ ഇഖ്റാറുണ്ട്, മുവക്കിൽ കൊടുക്കാനുണ്ട് എന്ന് സമ്മതിച്ച് പറയലായിട്ടുണ്ട് അവിടെ. കാരണം വക്കാലത്താക്കിയെന്ന കാരണത്താൽ മുവക്കിൽ മുഖറാകും ബിത്തൗക്കീൽ, വക്കാലത്താക്കിയ കാരണത്താൽ. കാരണം അവൻ പറഞ്ഞല്ലോ ഞാൻ അവന് കൊടുക്കാനുണ്ട് എന്ന് പറയാൻ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറയുന്നിടത്ത് കൊടുക്കാനുണ്ട് എന്നെന്തായി സമ്മതിച്ച് പറഞ്ഞല്ലോ, വക്കാലത്ത് സ്വഹിയല്ലെങ്കിലും ശരി, ഓക്കെ. യമീനിലും സ്വഹിയല്ല. ഷഹാദത്തിലും സഹീഹ് അല്ലാന്നാ. കോടതിയിൽ പോയിട്ട് ഇപ്പോൾ രണ്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു സമ്പത്തിൻ്റെ തർക്കമുണ്ടായി. അപ്പോൾ വിറ്റിട്ടില്ല എന്ന് തർക്കം. അപ്പോൾ ഒരാൾ പോയിട്ട് അതിന് വിൽപ്പനക്ക് സാക്ഷിയായ ആൾ പറയാണ് കോടതിയിൽ പോയിട്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അദ്ദേഹത്തിന് വിറ്റതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ പറയണം, വേറെ ആളെ പറഞ്ഞേൽപ്പിച്ചാൽ പറ്റില്ല. അതേസമയത്ത് ഷഹാദത്തുന്നല ഷഹാദത്ത് പറ്റും കേട്ടോ. സാക്ഷി പറഞ്ഞതിന് സാക്ഷി പറയാം, കാരണം വക്കാലത്തല്ലല്ലോ. കാരണം അവർ സാക്ഷി പറഞ്ഞിട്ടുണ്ട് എന്ന് പോയിട്ട് പറയാവുന്നതാണ്. കോടതിയിൽ പറഞ്ഞ സാക്ഷിത്വത്തിന് സാക്ഷികളായ ആളുകൾക്ക് എന്ത് ചെയ്യാം, മറ്റൊരു സ്ഥലത്ത് പോയിട്ട് പറയാം, അത് പറ്റും. വശഹാദത്തു അല ഷഹാദത്ത് ലൈസ തോക്കീലൻ, ഷഹാദത്തുന്നല ഷഹാദത്തിന് കുഴപ്പമൊന്നുമില്ല. എന്ത് ഷഹാദത്ത് പറ്റൂല, ഷഹാദത്തിന് വക്കാലത്താക്കാൻ പറ്റില്ല, കാരണം അത് ഇബാദത്താണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ പോലും എന്തിനു പറ്റും, അങ്ങനെ സാക്ഷി പറഞ്ഞിട്ടുണ്ട് എന്ന് രണ്ട് സാക്ഷികൾ മറ്റൊരു സ്ഥലത്ത് പോയി പറയുന്നതിന് കുഴപ്പമില്ല, കാരണം അത് വക്കാലത്തല്ല. ബലിൽ ഹാജത്തു ജാലത്തിൽ ഷാഹിദൽ മുത്തഹമ്മില കഹാക്കിമിൻ ഉദ്യാൻഹു ഇന്ദ ഹാക്കിമിൻ ആഖർ, അത് ഒരാവശ്യമായി മാറിയിട്ടുണ്ട്. കാരണം സാക്ഷി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എല്ലാ കോടതിയിലും പോയിട്ട് ഒരാൾ തന്നെ സാക്ഷി പറയാമെന്നുള്ളത് നടക്കില്ലല്ലോ. അതിന് കേട്ട ആൾക്കാർ സാക്ഷി പറയാനല്ലേ നടക്കുള്ളൂ, ഒരാൾ തന്നെ പോയിട്ട്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ മാസപ്പിറവി കണ്ടു, ഞാൻ എന്ത് ചെയ്തു, കോടതിയിൽ പോയിട്ട് ഖാദിൻ്റെ അടുത്ത് പോയിട്ട് മാസപ്പിറവി കണ്ടതായിട്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ബാക്കിയുള്ള ഖാദിമാരുടെ അടുത്തൊക്കെ ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ നടക്കൂല. ഞാൻ ഈ സാക്ഷ്യം വഹിച്ചതിന് സാക്ഷികളായ ആളുകൾ പോയിട്ട് ഇവിടെ പറഞ്ഞാൽ മതി, വേറെയുള്ള ഖാദിമാരുടെ അടുത്ത് പോയി പറഞ്ഞാലും മതി. അത് ആവശ്യമാണ്. ബൽ ഹാജത്തു ജാലത്ത് ഷാഹിദൽ മുത്തഹമ്മില, ഈ സാക്ഷിത്വം വഹിച്ച സാക്ഷിയെ ആക്കി തീർത്തു ഹാക്കിമിൻ, ഒരു ഭരണാധികാരിയെ പോലെ ആക്കി തീർത്തു. ഭരണാധികാരിയുടെ വിഷയം എന്താ, ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഉദ്യാനുഭവം, അയാളുടെ വിധി പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ദ ഹാക്കിമിൻ ആഖറ,
മറ്റൊരു ഭരണാധികാരിൻ്റെ അടുക്കൽ. അതായത് ഇപ്പം ഈ ഖാദിൻ്റെ അടുക്കൽ ഒരു വിധി പ്രഖ്യാപിച്ചാൽ ഇങ്ങനെ വിധി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മറ്റൊരു ഭരണാധികാരിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കപ്പെടാലോ, പറയപ്പെടാലോ. അതിന് ഈ ഭരണാധികാരി തന്നെ നേരിട്ട് പോയിട്ട് ഈ കോടതിയിൽ നടന്ന സംഭവം ഈ കോടതിയിലെ ജഡ്ജ് തന്നെ നേരിട്ട് പോയിട്ട് അടുത്ത കോടതിയിലെ ജഡ്ജിനോട് പറയണമെന്നില്ലല്ലോ. ഇവിടെ നടന്നത് എന്താണ് എന്ന് മറ്റൊരു സാക്ഷികൾ മുഖേന അവിടെ പോയി പറഞ്ഞാൽ മതിയല്ലോ. ഹൈക്കോടതിയിലെ ജഡ്ജ് പറഞ്ഞ കാര്യം ആ ജഡ്ജി തന്നെ എന്താക്കേണ്ടിയില്ല, സുപ്രീം കോടതിയിലെ ജഡ്ജിൻ്റെ അടുത്ത് പോയി പറയണമെന്നില്ല. അയാൾക്ക് വേണ്ടി മറ്റുള്ളവർ പോയി പറഞ്ഞാൽ മതി. ഹാക്കിമിന് ഭരണാധികാരിയെ പോലെ ഉദ്യാനുഭവം അയാളുടെ വിധി എന്താണ് എന്ന് പറയപ്പെട്ടു ഇന്ത ഹാക്കിമിൻ ആഖ്റ മറ്റൊരു ഭരണാധികാരിയുടെ സമീപത്ത് വെച്ചിട്ട് എന്നതുപോലെയാണ് ഷഹാദത്തുൻ അല ഷഹാദ, സാക്ഷി പറഞ്ഞു എന്നതിന് സാക്ഷി പറയുന്നത്. ഓക്കെ. വല ഫീ ഇബാദത്തിൻ ഇബാദത്തിൽ വകാലത്ത് സഹിയല്ല ഇല്ലാ ഫീ ഹജ്ജിൻ വ ഉംറത്തിൻ വദബിഹ്ന ബിൽ ഉദ്ഹിയത്തിൻ ഉദ്ഹിയത്ത് പോലെയുള്ള അറബിലും ഒഴികെ വലാ തസിഹുൽ വക്കാലത്ത് സഹീഹല്ല ഇല്ലാ ബി ഈജാബിൻ ഒരു സമ്മതവാചകത്തോടു കൂടെയല്ലാതെ അതിന് അനുവാദവാചകം വേണം. ബഹുവാദുമാൽ മോക്കിലിൻ്റെ തൃപ്തി അറിയിക്കുന്ന വചനമാണ്. എങ്ങനത്തെ മുവക്കിൽ? അല്ലദീ യസിഹു മുബാശറതുഹു അൽ മുവക്കല ഫീഹി, മുവക്കൽ ഫീഹിയെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ അനുവദനീയമായ മുവക്കിൽ. ഫി തസ്റഫി കൈകാര്യം ചെയ്യുന്നതിൽ നേരിട്ട് കൈകാര്യം ചെയ്യാൻ അധികാരമുള്ളതായ മുവക്കിലിന് തൃപ്തി ഉണ്ട് എന്ന് അറിയിക്കുന്ന വാക്ക് വേണം. ഞാൻ എൻ്റെ ഈ മൊബൈൽ വെക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഈ മൊബൈൽ നേരിട്ട് വെക്കാൻ പറ്റുന്ന എൻ്റെ അഥവാ മുവക്കിലിൻ്റെ തൃപ്തി ഉണ്ട് എന്നറിയിക്കുന്ന വാക്ക് ഞാൻ നിങ്ങളോട് പറയണം. നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ മാന്നറിയിക്കും ബിരുദ മുവക്കിലിൻ്റെ തൃപ്തി. അല്ലാതെ അങ്ങനത്തെ മുവക്കിൽ യസിഹു മുബാശറതുഹു അയാൾക്ക് നേരിട്ട് ബന്ധപ്പെടാം. അൽ മുവക്കല ഫീഹി ഏത് കാര്യത്തിലാണോ ഏൽപ്പിക്കപ്പെടുന്നത് ആ കാര്യവുമായി നേരിട്ട് ബന്ധപ്പെടാം. ഫി തസ്റഫി കൈകാര്യം ചെയ്യുന്നതിൽ. അപ്പോൾ നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയിൽ അയാൾക്ക് തൃപ്തി ഉണ്ട് എന്നറിയിക്കുന്ന വാചകം വേണം. ഈ ഭാരത്തെല്ലാം കൂടെ കാണുമ്പോൾ ഒരു പ്രയാസം തോന്നും. ബിരുദൽ മുവക്കിലി ഏൽപ്പിക്കുന്ന ആളുടെ തൃപ്തി വേണം. അല്ലതി അങ്ങനത്തെ മുവക്കിൽ യസിഹു മുബാശറത്തുഹു നേരിട്ട് സഹിയാകും, അയാൾ നേരിട്ട് പ്രവർത്തികൾ സഹിയാകും, കൈകാര്യം ചെയ്യൽ യസിഹു മുബാശറത്തുഹു ഫി തസ്റഫി എന്ന് കൂട്ടി വായിക്കാം. നേരിട്ട് കൈകാര്യം ചെയ്യൽ സഹിയാകും. അൽ മുവക്കല ഫീഹി വക്കാലത്ത് ഏൽപ്പിക്കപ്പെടുന്ന സംഗതിയെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായ മുവക്കിലിൻ്റെ തൃപ്തി അറിയിക്കുന്ന വാക്കുണ്ടാവണം. വക്കൽതുക ഫീ ഹാദാ ഔ ഫദ്ദൽതു ഇലൈക ഔ അനബ്തുക ഔ അഖംതു മുഖാമി ഫീഹി എന്നൊക്കെ പറയാം. എന്താർത്ഥം? വക്കൽതുക ഫീഹി ഞാൻ അക്കാര്യത്തിന് വക്കാലത്താക്കി, ഫദ്ദൽതു ഇലൈക നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചു, അനബ്തുക ഞാൻ നിന്നെ നായിബാക്കി പകരക്കാരനാക്കി, അനാബ യുനീബു ഇനാബത്ത്, ഔ അഖംതുക അല്ലെങ്കിൽ ഞാൻ നിന്നെ നിർത്തി, മുഖാമി എൻ്റെ സ്ഥാനത്ത്, ഫീഹി ആ വിഷയത്തിനെന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഔ ബിഅക അല്ലെങ്കിൽ ഇതിനെ നീ വെക്ക് എന്ന് പറയാം. ഔ സബ്ബിജു ഫലാനത്ത് അല്ലെങ്കിൽ എന്നെ പെണ്ണിനെ നീ കെട്ടിക്ക് എന്ന് പറയാം. ഔ തല്ലിഖ് അല്ലെങ്കിൽ നീ തലാഖ് ചെല്ല് എന്ന് പറയാം. ഔ അഅതൈതു ബിയദിക അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു, ത്വലാഖഹ അവളുടെ തലാഖ് എന്നൊക്കെ പറയാം. ആത്തിഖ് ഫുലാൻ ഇത്തിഖാണെങ്കിൽ ഇന്ന ആ അടിമനെ നീ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്ക് എന്നൊക്കെ പറയാം. ഇനി സുബ്കീമാൻ പറയുന്ന ഒരു മസലയാണ് ഈ അക്കാലത്തിൻ്റെ വാചകവുമായി ബന്ധപ്പെട്ട ഒരു മസല. ഏതാണെന്ന് അറിയാമോ? ഒരു വലിയില്ലാത്ത പെണ്ണ് സ്വന്തമായിട്ട് കെട്ടിക്കാൻ വലിയ വാപ്പയും വല്യാപ്പയും അങ്ങനത്തെ പ്രത്യേക ഖാസായ വലിയൊന്നും ഇല്ലാത്തൊരു പെണ്ണിനെ കെട്ടിക്കേണ്ടതാരാ? നാട്ടിലെ ഖാദിയൊക്കെയാണല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു നാട്ടിലെ അഖദ് നടത്തുന്ന എല്ലാവർക്കും എന്നെ കെട്ടിക്കാൻ വേണ്ടി സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞാൽ സഹിയാകും. ആ വാക്ക് സഹിയാണ്. പക്ഷേ എന്താക്കണം? ഭർത്താവിന് നിർണയിച്ചു കൊടുക്കണം. പിന്നെ നോക്കൂ, ഖാല സുബ്കിയു ഇമാം സുബ്കി റഹ്മഹുള്ള പറഞ്ഞു യൂഖദു മിൻ കലാമിഹിം അവരുടെ കലാമിൽ നിന്ന് ഫുഖഹാഇൻ്റെ സംസാരത്തിൽ നിന്ന് ഗ്രഹിക്കാം എന്ത്? സിഹത്തു ഖൗലിമൻ ഒരു സ്ത്രീയുടെ വാക്ക് സഹിയാണ് എന്ന്. എങ്ങനത്തെ സ്ത്രീ? ലാ വലിയല അവൾക്ക് എന്തില്ല പ്രത്യേകമായ വലിയല രക്ഷിതാവില്ല, കെട്ടിക്കണ്ടേ.
എന്താണ് ആ വാക്ക്? അതിന്തു ഞാൻ സമ്മതം നൽകിയിരിക്കുന്നു ഒരു കുല്ലി ആഖിദിൻ ഫിൽ ബലദി, നാട്ടിലെ അഖദ് നടത്തുന്ന എല്ലാവർക്കും ഞാൻ സമ്മതം നൽകിയിരിക്കുന്നു. ഖാദിയോ അല്ലെങ്കിൽ ഖാദില്ലെങ്കിൽ ഒരു നീതിമാനായ വ്യക്തിയൊക്കെ ഉണ്ടാവില്ലേ? ഖാദില്ലെങ്കിലും ആണല്ലോ കെട്ടിക്കുക. അപ്പോൾ നാട്ടിൽ അഖദ് നടത്തുന്ന നിക്കാഹ് കർമ്മം നടത്തുന്ന എല്ലാവർക്കും ഞാൻ സമ്മതം നൽകിയിരിക്കുന്നു. ഐ യുസബ്ബിജനി, എന്നെ കെട്ടിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഖാദിക്കും കെട്ടിക്കാം, ഖാദില്ലെങ്കിൽ നാട്ടിലെ മഹക്കമൊക്കെ ഉണ്ടാവില്ലേ, മറ്റുള്ള വ്യക്തികൾക്കും കെട്ടിക്കാം. ഖാലൽ അദ്റഇയ്യോ, ഇമാം അദ്റഇ റളിയല്ലാഹു അൻഹു ഇവിടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, വഹാദ, ഇത് സ്വഹിയാകും എന്ന് പറയുന്നത്, വഹാദ ഈ പറഞ്ഞത്, ഇൻ സ്വഹ, അത് സ്വഹിയാണെങ്കിൽ, മഹല്ലു അതിൻ്റെ സ്ഥലം, ഇൻ അയ്യനത്തി സൗജ, ഭർത്താവിന് അവൾ നിർണയിച്ചു കൊടുത്താലാണ്, വലം തുഫവ്വിദ് ഇല്ലാ സീഗത്തൻ, വാചകത്തെ അല്ലാതെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിലുമാണ്. ഭർത്താവിന് നിർണയിച്ചു കൊടുക്കണം, ആ സീഗ ഏൽപ്പിച്ചു കൊടുക്കുക. അതായത് കെട്ടിച്ചു കൊടുത്തു എന്ന്, കെട്ടിക്കാനുള്ള സീഗ ഉണ്ടല്ലോ, വാക്ക്, കെട്ടിച്ചു എന്ന് പറയുന്നത്, എനിക്ക് ഞാൻ എന്നെ മഹറിന് പകരം കെട്ടിച്ചു എന്ന് പറയാനുള്ള വാക്കില്ല, സീഗ, ആ സീഗ മാത്രം ഏൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. സീഗ അല്ലാതെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിക്കാഹിൻ്റെ വാചകം മാത്രം ഏൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്, ഭർത്താവിനെ നിർണയിക്കുകയും നിക്കാഹിൻ്റെ വാചകം മാത്രം ഏൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. ശരി. അപ്പോൾ ഈ സുബുക്കിമാൻ പറഞ്ഞവിടുത്ത് അദ്റഇമാൻ പറയാണ്, ഈ പറഞ്ഞത് സ്വഹിയാകണമെങ്കിൽ എന്ത് വേണം? അത് ആ പറഞ്ഞത് സ്വഹിയാണെങ്കിൽ തന്നെ മഹല്ലുഹു, ആ പറഞ്ഞതിൻ്റെ സ്ഥാനം എപ്പോഴാണ്? ഭർത്താവിന് നിർണയിക്കണം, കെട്ടിക്കാനുള്ള വാചകം മാത്രം അവൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ്. അഖദിൻ്റെ സീഗ, അഖദിൻ്റെ സീഗ കെട്ടിച്ചു കൊടുത്തു എന്ന് പറയാൻ. ഒബിനഹ്വിദാലിക്ക, ഇതേ അഭിപ്രായം, സുബുക്കീമ പറഞ്ഞ ഇതേ അഭിപ്രായമാണ് അഫ്താ ഇബ്നു സ്വലാഹ് റഹിമഹുല്ല ഫത്വ നൽകിയിട്ടുള്ളത്. അപ്പോൾ വക്കാലത്തിൽ എന്ത് വേണം? ഈജാബ് വേണം. ഖബൂൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖബൂൽ എന്തില്ല? ഷർത്തൊന്നും ഇല്ല. പിന്നെ കുറച്ച് മസലയും കൂടി ഉണ്ട് ഇവിടെ. ഹജ്ജും ഉംറയിലും വക്കാലത്താക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞില്ല, അവൾക്ക് കുറച്ചുകൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഹജ്ജിനും ഉംറക്ക് നേരിട്ട് കഴിയാത്തടത്തേക്കാണ് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവൻ നിസ്കാരം പാടും കേട്ടോ, തവാഫിന് 2 റക്അത്ത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ, അത് ഹജ്ജിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുന്നതാണ്. അതേമാതിരി 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി മാത്രം, തവാഫിന് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി വക്കാലത്താക്കിയാൽ സ്വഹിയാവില്ല. ഹജ്ജും ഉംറയും വക്കാലത്താക്കിയ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? വക്കാലത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക. ഹജ്ജ് മാതിരി തന്നെ സക്കാത്ത് വിതരണം, നേർച്ച, കഫാറത്ത്, ഇത്ഖ്, വഖഫ്, അതുപോലെ തന്നെ അവയവങ്ങൾ കഴുകുക, ഇത്തരം വിഷയത്തിലൊക്കെ വക്കാലത്താക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്നുണ്ടാക്കുമ്പോൾ ഒരാളെ കൊണ്ട് കഴിപ്പിക്കല്ലേ, അതിലൊക്കെ വക്കാലത്താക്കാം. ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. അതേമാതിരി മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും പറ്റില്ല. മയ്യത്ത് കുളിപ്പിക്കലൊക്കെ ഓരോരുത്തർക്കും അത്യാവശ്യമായ കാര്യങ്ങളാണ്. ഉളിയ്യത്ത് മാതിരി തന്നെ അഖീഖത്തിന് വക്കാലത്താക്കുക. അതായത് ഇബാദത്ത് 3 ഐറ്റാണ്. ഒന്ന് ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്നത്, അതിന് വക്കാലത്താക്കാൻ പറ്റില്ല, നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ. ഒന്ന് സാമ്പത്തികം മാത്രമാണ്, സക്കാത്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, അവിടെ വക്കാലത്താക്കൽ നിരുപാധിക്കാൻ പറ്റും. ചിലപ്പോൾ സാമ്പത്തികമാണ്, പക്ഷേ സാമ്പത്തികം മാത്രമല്ല, ഹജ്ജ് മാതിരിയൊക്കെയുള്ള കാര്യങ്ങൾ, അവിടെ നിബന്ധന പ്രകാരം എന്താവും? വക്കാലത്താക്കാൻ. ഒബിനഹ്വിദാലിക്ക് അഫ്ത ബിൻ സ്വലാഹ്, ഇതേ അഭിപ്രായം സുബുക്കിമാമിൻ്റെ അതേ അഭിപ്രായത്തിൽ ആരും പദവ് കൊടുത്തിട്ടുണ്ട്? ഇമാം ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാ, ഷെയ്ഖ് മനാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉസ്താദുമാരെ പെട്ട ആളാണ്. അടുത്തത് നമ്മളിപ്പോൾ എന്തേ പറഞ്ഞത്? ഈജാബ് മതി, ഞാൻ എൻ്റെ മൊബൈൽ വെക്കാൻ വേണ്ടി നിങ്ങളെ വക്കാലത്താക്കിയെന്ന് പറയുന്നിടത്ത് നിങ്ങൾ സ്വീകരിച്ചു എന്ന് പറയുന്ന ഷർത്തൊന്നുമില്ല, നിങ്ങൾ റദ്ദ് ചെയ്യാഞ്ഞാൽ മതി. ഒരാ ഇസ്ത്രത്തിൽ വക്കാലത്ത്, വക്കാലത്തിന് ഷർത്തില്ലാൽ ഖബൂലിൽ, വാക്കാൽ സ്വീകരിക്കൽ ഷർത്തൊന്നുമില്ല. ലാക്കിൻ മതി, ഇസ്ത്രത്തും നിബന്ധനയാണ്, അതും റദ്ദ്, അതിന് റദ്ദ് ചെയ്യാതിരിക്കൽ മാത്രം ഫഖത്ത്. വക്കാലത്ത് അറിയാതെ ഒരാൾ കൈകാര്യം ചെയ്താൽ, വലോ തസറഫ ഖൈറ ആലിമിൽ വക്കാല, വക്കാലത്ത് ചെയ്തിട്ടുണ്ട് എന്നറിയാത്ത വിധത്തിൽ ഒരാൾ കൈകാര്യം ചെയ്തു, എൻ്റെ മൊബൈൽ നിങ്ങൾ കൊണ്ടുപോയി വിറ്റു, നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്കത് വക്കാലത്ത് തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞിട്ടില്ല, കാരണം ഖബൂല് ഷർത്തൊന്നുമില്ലല്ലോ. വിറ്റ് കഴിഞ്ഞതിന് ശേഷം
ആണ് നിങ്ങൾ അറിയുന്നത് ഈ മൊബൈൽ വിൽക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ വക്കാലത്താക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളാ വിൽക്കുന്ന സമയത്ത് വക്കാലത്ത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിൽപ്പന സ്വഹിയാണ്. കാരണം ഇത്തരം ഇടപാടുകളിലൊക്കെ യഥാർത്ഥത്തിൽ എന്താണുള്ളത് എന്നാണ് നോക്കുക. യഥാർത്ഥത്തിൽ എന്തുണ്ട് അവിടെ? നിങ്ങളെ ബോധ്യത്തിൽ ഇപ്പോൾ ഞാൻ വക്കാലത്താക്കിയത് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവിടെ എന്തായിട്ടുണ്ട്? വക്കാലത്ത് നടന്നിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താണോ ഉണ്ടായിട്ടുള്ളത്, യാഥാർത്ഥ്യം എന്താണോ അതാണ് നോക്കുക എന്നുള്ള. ഏത് ഇടപാടുകളിൽ? ഇബാദത്തുകളിൽ അങ്ങനല്ല. അത് യാഥാർത്ഥ്യവും നമ്മൾ ചെയ്യുന്ന ആളുടെ ധാരണയും ഒരുപോലെ ആയിരിക്കണം എന്നാണ്. വലോ തസറഫ ഒരാൾ കൈകാര്യം ചെയ്തു ഗൈറ ആലിമി വക്കാലത്ത്, വക്കാലത്ത് ചെയ്തിട്ടുണ്ട് എന്നറിയാത്ത വിധത്തിൽ ഒരാൾ കൈകാര്യം ചെയ്താൽ സ്വഹിയാണ് ഇൻ തബയ്യന വക്കാലത്തുഹു ഹിന തസറുഫി, കൈകാര്യം ചെയ്യുന്ന സമയത്ത് വക്കാലത്ത് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമായാൽ. അതിന് വേറെ ഉദാഹരണം, കമംബാ മാല അബീഹി, വാപ്പാൻ്റെ സ്വത്ത് വിറ്റു ലാനൻ ഹയാത്തുഹു, വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിചാരത്തിൽ. സത്യത്തിൽ ഫക്കാന മയ്യിത്തൻ, വിൽപ്പനയുടെ സമയത്ത് വാപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു, വിൽപ്പന സഹിയാണ്. ശരി, ഇനി ഷർത്തോടു കൂടിയുള്ള വക്കാലത്ത് സഹിയല്ല എന്നാണ്. റമദാൻ മാസം വന്നാൽ വക്കാലത്താക്കി എന്ന് പറഞ്ഞാൽ സഹിയാവില്ല. വലായസിഹു താലിയക്കുൽ വക്കാല, വക്കാലത്തിന് മറ്റൊന്നുമായി ബി ഷർത്തിൻ, ഒരു ഷർത്തിനോട് അല്ലെങ്കിൽ ഒരു വിശേഷണത്തിനോട് സമയത്തോട് ബന്ധിപ്പിക്കൽ സ്വഹിയല്ല. ഇദാ ജാ റമദാനു ഫഖദ് വക്കൽതുക, റമദാൻ വന്നാൽ ഞാൻ നിന്നെ വക്കാലത്താക്കി ഫീ കഥ ഇന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ സ്വഹിയല്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാനൊരു വട്ടം കൂടെ അർത്ഥം പറയാം. വലാഫി യമീനിൻ, യമീനിലും വക്കാലത്ത് സഹിയല്ല. വല്ലാഹി എന്ന് പറഞ്ഞ് കോടതിയിൽ പറയുന്ന സത്യത്തിലും ലിഅന്നൽ ഖസ്ത ബിഹാ തഅളീമുല്ലാഹ്, കാരണം അതുകൊണ്ട് ഉദ്ദേശം അല്ലാഹു തആലാനെ ബഹുമാനിക്കലാണ്. ഫഅശ്ബഹത്, അപ്പോൾ അത് തുല്യമായി അൽ ഇബാദത്ത, ഇബാദത്തിനോട്. ഇബാദത്തിൽ വക്കാലത്ത് പറ്റുകയില്ലല്ലോ. വമിസുൽഹാ, യമീന് പോലെയാണ് എന്നതോ നേർച്ചയും താലീഖുൽ തഖീ, തഖ്നെ ബന്ധിപ്പിക്കലും തലാഖി, തലാഖും തലാഖിനെ ബന്ധിപ്പിക്കലും ബിസിഫത്തിൻ, ഒരു വിശേഷണത്തോട്, ഒരവസ്ഥയോട്, ഗുണത്തോട്. വലാബി ഷഹാദത്തിൻ, കോടതിയിൽ പറയുന്ന സാക്ഷിത്വത്തിലും വക്കാലത്ത് സ്വഹിയല്ല. ഇൽഹാഖല്ലഹ ബിൽ ഇബാദത്തി, ഷഹാദത്തിന് ഇബാദത്തിനോട് ചേർത്തതിനു വേണ്ടി ചേർത്തുകൊണ്ട്. എന്നാൽ ഷഹാദത്ത് അൽ ഷഹാദത്തി, ഷഹാദത്തിൻ്റെ മേൽ ഷഹാദത്ത് പറ്റും, അത് വക്കാലത്തല്ല. ബൽ ഹാജത്ത്, മറിച്ച് ആവശ്യം. ജാനത്തി ഷാഹിദ, ഇവിടെ സാക്ഷിയാക്കി. അൽ മുത്തഹമ്മല അൻഹു, ആരെ തൊട്ടാണോ വഹിക്കപ്പെടുന്നത് അങ്ങനത്തെ സാക്ഷിയാക്കി. ആരുടെ സാക്ഷിത്വമാണോ വഹിക്കപ്പെടുന്നത് ആ സാക്ഷിയെ ഏതുപോലെയാക്കി? ഹാക്കിമിൻ, ഒരു ഭരണാധികാരിയെ പോലെ. ഉദ്യാൻഹു, അയാളുടെ വിധി പറഞ്ഞു കൊടുക്കുന്നു. ഇന്ത ഹാക്കിമിൻ ആഖറ, മറ്റൊരു ഭരണാധികാരിയുടെ അടുക്കൽ. വലാഫി ഇബാദത്തിൻ ഇല്ലാ ഫി ഹജ്ജിൻ വഉംറത്തിൻ വദബിഹിനാബി ഉളുഹിയത്തിൻ, അതിലും പറ്റൂല. വലാ തസിയുൽ വക്കാലത്ത് ഇല്ലാ ബി ഇജാബിൻ വഹുവ മാ യശ്റു ബിറിദൽ മുവക്കിലി അല്ലദി യസിഹു മുബാശറത്തുൽ മുവക്കല ഫീഹി ബിതസറുഫി, ഏത് കാര്യത്തിലാണോ ഏൽപ്പിക്കപ്പെടുന്നത് അതിൽ നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവനായ മുവക്കിലിൻ്റെ തൃപ്തി അറിയിക്കുന്ന, ഇഷ്ഇറു, അറിയിക്കുന്ന വാക്കുണ്ടാവണം. വക്കൽതുക ഫീ ഹദാ ഫവ്വൽതു ഇലൈക ഔ അനബ്തുക ഔ അഖംതു മുഖാമി ഫീഹി ബിഅകദ സവ്വിജ് ഫുലാനത ത്വല്ലിഖ് ഫുലാനത അഅതൈതു ബിയദിക ത്വലാഖഹ അഅതിഖ് ഫുലാനൻ, തുടങ്ങിയ വാക്കുകളൊക്കെ. സുബക്കീമ പറഞ്ഞു യൂഖദു മിൻ കലാമിഹിം, ഇവരീ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സിഹത്ത് കൗലിമൻ, ഒരു സ്ത്രീ പറയുന്ന വാക്ക് എന്താ പറയുന്നില്ല, വലിയല്ല, എങ്ങനത്തെ വലിയ പെണ്ണാണ്, അവൾക്ക് വലിയില്ല, ഖാദിയോ മറ്റൊക്കെയാണ്, ഖാദില്ലെങ്കിൽ മറ്റുള്ളവരൊക്കെയാണ് കെട്ടിക്കേണ്ടത് നാട്ടിലെ ആൾക്കാർ, അവിടെ സമ്മതം കൊടുക്കണേ. അതിനൊരു കുല്ലി ആക്കതിയും വലതി, നാട്ടിലുള്ള ഇടപാട് നടത്താൻ പറ്റുന്ന, ഇത്തരം അഖദ് നടത്താൻ പറ്റുന്ന എല്ലാവർക്കും ഞാൻ സമ്മതം നൽകിയ യുസബിജിനെ കെട്ടിക്കാൻ എന്ന് പറഞ്ഞാൽ അത് സ്വഹിയാണെന്ന് പറയുന്നുണ്ട്. ഖാലദ്റയ്യു, അദ്റൈമ പറഞ്ഞു ഹാദാ ഇൻ സഹ, ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ, യൂസുഫ് പറഞ്ഞോട് സഹിയാണോ അല്ലേ എന്നുള്ളത് അദ്റൈമാമിൽ ചെറിയൊരു തർക്കമൊക്കെ ഉണ്ട്. സ്വഹിയാണെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് സൂചനയാണ്. മഹല്ലുഹു, അതിൻ്റെ സ്ഥാനം ഇൻ അയ്യനത്തി സൗജ, അവളുടെ ഭർത്താവിനെ നിർണ്ണയിക്കുമ്പോഴാണ്. വലം തുഹബ്ബിദ് ഇല്ലാ സീഗത്തം ഫഖദ്, കെട്ടിക്കാനുള്ള ആ വാക്ക് മാത്രം അവളെ ഏൽപ്പിക്കുമ്പോഴും ആണ്, അല്ലാതെ ബാക്കിയുള്ള മഹർ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഉള്ള സമ്മതല്ലത്. അബിനഹ്വി ദാലിക അഫ്ത ഇബ്നു സലാഹ്, ഇതേ അഭിപ്രായം ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് ഫത്വയിലേക്ക് ഇരിക്കുന്നു.
വലായിസ്ത്രത്തിൽ വക്കാലത്തിൽ കബൂലു ലഫ്ദൻ, വക്കാലത്തിൽ ഈജാബേ വേണ്ടു, വാക്കാൽ സ്വീകരിക്കൽ നിർബന്ധമല്ല. ലാക്കിൻ ഇസ്തറത്തു അതുമു റദ്ദി ഫക്കത്ത്, അതിന് റദ്ദ് ചെയ്യാതിരിക്കൽ മാത്രമാണ് നിബന്ധനയാവുക. ഓരോ തസ്റഫ ഖൈറ ആലിമിൻ വക്കാലത്ത്, വക്കാലത്ത് നടന്നിട്ടുണ്ട് എന്നറിയാതെ ഒരാൾ ഒരു കാര്യം വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്താൽ സ്വഹിയാകും ഇൻ തബയ്യന വക്കാലത്തുഹു ഇന തസറുഫി, കൈകാര്യം ചെയ്യുന്ന സമയത്ത് വക്കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് ബോധ്യമായാൽ അയാൾ പറഞ്ഞാൽ മതിയല്ലോ. കാൻ മാലബി, വാപ്പാൻ്റെ സ്വത്ത് ഒരാൾ വിറ്റു, ദാനൻ അയാത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ധാരണയിൽ സംഗതി വിൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഫക്കാന മയ്യത്തൻ, വിൽപ്പനയുടെ സമയത്ത് അയാൾ മയ്യത്തായിരുന്നു, ആ വിൽപ്പന സ്വഹീ ആണ്. വലാത്ത യസിഹു താലീഖു സക്കാത്ത്, വക്കാലത്തിന് ഒരു ഷർത്തിനോട് ബന്ധിപ്പിക്കൽ സ്വഹീ അല്ല. ഇതാ ജാ റമദാൻ ഫഖദ് വക്കൽത്തു കഫീ കഥ എന്നൊക്കെ പറഞ്ഞു. വലോ തസറഫ ബാദ വജൂദി ഷർത്തിൽ മുഅല്ലഖി, കാരണം അങ്ങനെ ഷർത്തിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് വക്കാലത്ത് നടന്നാൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം നടന്നാൽ അതിൻ്റെ വിധി എന്താണ്? ആ കൈകാര്യം ചെയ്ത് സ്വഹിയാണ്, പക്ഷേ വക്കാലത്ത് സ്വഹിയല്ല. വക്കാലത്ത് സ്വഹി അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ വക്കാലത്തിൻ്റെ പേരിൽ ചിലപ്പോൾ കുറേ കൂലിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും, പൈസയൊക്കെ, ആ പൈസ ഒന്നും കിട്ടൂല എന്നർത്ഥം. വക്കാലത്ത് പൈസയൊക്കെ ചെയ്യാലോ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്.